ലാസ്റ്റ് പോയിന്റ് നോ ഡിപ്പെൻഡൻസ്. 3 സ്റ്റേജുകളാണെന്നുള്ളത്. ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ്, തേർഡ് ഇന്റർ ഡിപ്പെൻഡൻസ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആണ് ലേൺ ഡു ടീച്ച്. ഇത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡൻസ് സ്റ്റേജിൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. എല്ലാവർക്കും ഏത് പ്രൊഫഷനിലും അത് ഉണ്ടായിരിക്കും. സോ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് പഠന കാലഘട്ടം. പ്ലാൻ പഠിക്കുന്നു, പ്രൊഡക്റ്റ് പഠിക്കുന്നു, പേസ് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതാണ് ലേൺ. ഡു എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻസ്. അവിടെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്ലൈന്റെ കൂടെ പോയി പ്ലാൻ പഠിച്ചു. രണ്ടാമത് നമ്മൾ ചെയ്യാൻ തുടങ്ങണം, അതാണ് ഇൻഡിപെൻഡൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. പ്ലാൻ ചെയ്യാൻ തുടങ്ങി, പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ചെയ്യാൻ തുടങ്ങി, അതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തു, പേസ് മീറ്റിംഗുകൾ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ടീച്ച്, പഠിപ്പിക്കുക, അതാണ് ഇന്റർ ഡിപ്പെൻഡൻസ്. നിങ്ങളുടെ ഈ ബിസിനസ്സിലുള്ള നിങ്ങളുടെ അറിവ് എത്ര പേര് നിങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാറുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് ഒരു വിദ്യ പകർന്നു കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളതായിരിക്കാം, ബിസിനസിനെ കുറിച്ചുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു വലിയൊരു കാര്യത്തിനെ കുറിച്ചുള്ളതായിരിക്കാം. ഞാൻ പറയാ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് മറ്റൊരു വ്യക്തിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. എങ്ങോട്ട്? രാവിലെ നടക്കുന്ന ഈ മോർണിംഗ് പ്രോഗ്രാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിനെ നിങ്ങൾക്ക് പക്കയായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. സോ ഈ 3 സ്റ്റേജുകൾ, ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ്, ഇന്റർ ഡിപ്പെൻഡൻസ്, ഈ 3 കാര്യത്തിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ലേൺ, ഡു, ടീച്ച്. ഇതാണ് നമ്മളെ ഈ ബിസിനസ്സിലെ ഈ 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. സോ 3 കാര്യങ്ങളും മറ്റൊരാളെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ള ഡിസിഷൻ എടുക്കുക. മറ്റൊരു വ്യക്തിയെ അപ്ലൈനെയും ഡിപ്പെൻഡ് ചെയ്യരുത്, ഡൗൺലൈനും ഡിപ്പെൻഡ് ചെയ്യരുത്, വെസ്റ്റീജിനെയും ഡിപ്പെൻഡ് ചെയ്യരുത്. മീറ്റിംഗ്, ചില ആളുകൾ പറയും ഇവിടെ മീറ്റിംഗ് ഇല്ലല്ലോ, സിഇഒ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യൂ, അതിനുശേഷം നമുക്ക് ആളുകളെ എത്തിക്കാം. സിഇഒ മീറ്റിംഗ് നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ? നിങ്ങളാവട്ടെ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോഗ്രാം കോർഡിനേറ്റർ, എന്തുകൊണ്ടായി മാറിക്കൂടാ? വിജയിക്കുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. എല്ലാവർക്കും വളരെ മാസ്മരികമായിട്ടുള്ള വിജയം ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു വെൽ.